ആൻസർ വിൽ കം. ലൈക്ക് ആത്മാവിൽ നിന്ന് വരുന്ന ആൻസർ പോലെ കൺവിൻസ്ഡ് ആയിട്ടുള്ള ആൻസർ, not quoting. And then deepening the question. This is understood, really understood after exploring this. And then the question is deepening. Am I the mind? Am I the mind? Am I my mind? Explore ചെയ്യുന്നു. മൈൻഡാണോ ഞാൻ? അതാണ്. Am I the mind? Answer will come. പിന്നെ വേറൊന്ന് തോന്നുന്നു. അപ്പം പിന്നെ അത് ഒരിക്കലും ഒരു പെർമനന്റ് നേച്ചർ ഇല്ല. ആ ഇൻസ്ട്രുമെന്റ് അതും പെർമനന്റ് അല്ല. ആ മൈൻഡ് എന്ന് പറയുന്നതിൻ്റെ വർക്ക് കോർഡിനേറ്റ് ചെയ്യുന്ന ബ്രെയിനും പെർമനന്റ് അല്ല. What the mind is doing is also not permanent. And in the commentaries you can see that whether the mind is existing in your sleep. Dreams are there. അല്ല, അത് ഡ്രീംലെസ് സ്ലീപ്പ്, സ്ലംബർ. ഇന്നലെ ഞാൻ കണ്ട് വീട്ടിൽ ഒരു വലിയ ബൊക്കെയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പൊ മൈൻഡ് അവിടെ ചെറുതായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടല്ലോ. അത് ഡ്രീമില്ല. ഡ്രീംലെസ് സ്ലീപ്പിനെയാണ് സ്ലീപ്പ് എന്ന് പറയുന്നത്. സ്ലംബറിനെയാണ് സ്ലീപ്പ് എന്ന് പറയുന്നത്. മറ്റേ ഡ്രീം, അത് ഡ്രീംസ് അങ്ങനെയാണ് ക്ലാസിഫിക്കേഷൻ. അങ്ങനെയാണ് ജാഗ്രത, സ്വപ്ന, സുഷുപ്തി, തുര്യൻ, തുര്യാതീതം എന്ന് പറഞ്ഞ കൂട്ടത്തിൽ ആ ജാഗ്രത സ്റ്റേറ്റിനെ കുറിച്ച് നോക്കുന്നിടത്ത് നമ്മൾ ഇത് കാണും. ജാഗ്രതയിലെല്ലാം ഉണ്ട്. ഇൻ ജാഗ്രത സ്റ്റേറ്റ് എവറിഥിങ് ഈസ് ദർ, സീമിംഗ്ലി റിയൽ. ബട്ട് വെൻ യു ആർ ഗോയിങ് ടു ദ ഡ്രീം സ്റ്റേറ്റ് അത് വേഗമാവും. പുറത്തുള്ളതല്ല കാണുന്നത്, വി ആർ പ്രൊജക്റ്റിംഗ്. ശരി, സുഷുപ്തിയിലേക്ക് വരുമ്പോൾ അതാണ് ഡ്രീംലെസ് സ്ലീപ്പ്, സ്ലംബർ എന്ന് പറയും. ഇൻ സ്ലംബർ ആക്ച്വലി നത്തിങ് ഈസ് ദർ, ഒന്നുമില്ല, സെൻസേഷൻസ് ഇല്ല, ഒന്നുമില്ല. അപ്പോൾ മൈൻഡും ഇല്ല. അത് തന്നെയാണ് ചോദിക്കുന്നത്. ഈ ജ്ഞാനയോഗി പാത്തിലുള്ള ജ്ഞാനയോഗ പാത്ത്, ദേ ആർ എക്സ്പ്ലോറിംഗ് ദിസ് ആൻഡ് പുട്ടിംഗ് ദിസ് ക്വസ്റ്റ്യൻ. ദെൻ വൈ, if it is permanent, why in sleep it is not there? It is not active. It may be there, that we don't know. As good as not there. ഇത് മൊമെൻ്ററി ആയിട്ട് വരുന്നു, പോകുന്നു, കുറച്ച് നേരം നിൽക്കുന്നു, പിന്നെ കാണുന്നില്ല, പിന്നെയും വരുന്നു, പിന്നെ പോകുന്നു. ഈ മൈൻഡിനൊരു ഫിസിക്കൽ സംഭവം പാട്ടില്ലാത്തതുകൊണ്ട് അത് അങ്ങനെ അങ്ങ് എക്സിസ്റ്റ് ചെയ്യത്തില്ലയോ? അത് എന്ന് വെച്ചാൽ അത് ഒരു കോൺട്രവേഴ്സ്യൽ ക്വസ്റ്റ്യൻ ആണ്. മൈൻഡ് നമ്മുടെ ബോഡിയിൽ നിന്ന് മാറി എക്സിസ്റ്റ് ചെയ്യാൻ പറ്റും എന്നാണ് നമ്മുടെ ഈ സ്പിരിച്വൽ സ്കൂളുകൾ വിശ്വസിക്കുന്നത്. പക്ഷേ ഒരു കോൺക്രീറ്റ് ആയിട്ടുള്ള ഒരു മാറ്ററുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കാത്തത് കൊണ്ട് ആ മാറ്റർ പോകുമ്പോൾ, ലിങ്ക് ചെയ്തിരിക്കുന്നുണ്ട്, ആ മാറ്റർ പോകുമ്പോൾ ആ ഫങ്ഷനും പോയി എന്നാണ് ശാസ്ത്രം കാണുന്നത്. മരിച്ചുപോയി കരിച്ചു കഴിയുമ്പോൾ മൈൻഡ് ഇല്ല എന്ന് അവർ വിശ്വസിക്കുന്നു. അല്ല, മൈൻഡ് ഇസ് നോട്ട് എന്താ പറയുക, ഒരു പേഴ്സന്റെ സ്വന്തം അല്ല, മൈൻഡ് കോമൺ ആണ് എന്നുള്ളൊരു കോൺസെപ്റ്റ് ഇല്ലേ? അതുണ്ട്. അത് പറയുന്നത് that concept comes from the idea that we come with a device which can coordinate the function of getting the sensations, processing it, making understanding, concept, beliefs, ideas, everything. So the device is there, and device alone is not the mind. It is a device, that's the brain. Then a function starts. When the function of the mind, when it starts, actually it exists. അപ്പോൾ ആ ഫങ്ഷൻ ഓഫ് ദ മൈൻഡ് എന്ന് പറയുന്നത് നിന്ന് കഴിയുമ്പോൾ പിന്നെ അതുകൊണ്ടെന്ന് എങ്ങനെ പറയാൻ പറ്റും? അതൊരു ഫങ്ഷനാണ്, കുറേ ഫങ്ഷൻസാണ്. ആ ഫങ്ഷൻ അവിടെ ഇല്ലാതാകുമ്പോൾ ഇതുണ്ടെന്ന് എങ്ങനെ പറയുമെന്നാണ് നോക്കുന്നത്. പിന്നെ നമ്മൾ പറയുന്നു മൈൻഡുണ്ട്, എക്സിസ്റ്റ് ചെയ്യുന്നു പുറത്ത്. അത് മാറ്ററുമായിട്ട് എക്സിസ്റ്റ് ചെയ്യുക, അതുമായിട്ട് അതിൻ്റെ ഫങ്ഷൻ്റെ ഒരു റിസൾട്ടാണ് മൈൻഡ് എന്നിരിക്കെ ആ മാറ്റർ പോകുമ്പോൾ ആ ഫങ്ഷൻ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഈ മൈൻഡ് എവിടെ ഇരിക്കുന്നു നോക്കിയാൽ മൈൻഡ് ഇല്ല എന്ന് ശാസ്ത്രം പറയും.
പറഞ്ഞാൽ നമുക്ക് ധിക്കരിക്കാൻ ഒക്കത്തില്ല. അവർ കണ്ട സത്യം പറയണം. പക്ഷേ നമ്മുടെ സ്പിരിച്വൽ സയൻസ് അങ്ങനെയല്ല പറയുന്നത്. മൈൻഡ് എക്സിസ്റ്റ് ചെയ്യുന്നു പുറത്താണ്. നമ്മൾ മരിച്ചു കഴിയുമ്പോൾ മൈൻഡ് എക്സിസ്റ്റ് ചെയ്യും. അപ്പോൾ ഡോക്ടർ പറഞ്ഞതിൻ്റെ ആൻസർ എന്താണെന്ന് പറഞ്ഞാൽ മൈൻഡ് എങ്ങനെ വന്നു എന്ന് നോക്കുകയാണ്. മൈൻഡ് എങ്ങനെയാണ് നമ്മളിൽ വന്നതെന്ന് പറഞ്ഞാൽ മൈൻഡ് കെയിം ഇൻസൈഡ് ആസ് ഇൻഫർമേഷൻ. കണ്ടന്റ് ഓഫ് ദ മൈൻഡ് കംസ് ബൈ വേ ഓഫ് ഇൻഫർമേഷൻ. കുട്ടിക്കാലം മുതൽ അതുപോലെ വരികയാണ്. അപ്പോൾ പുറത്താണ്. അപ്പം മറ്റേ കോസ്മിക് സ്ഥലത്തു നിന്ന് ഈ ഇൻഫർമേഷൻ വരികയാണ്. ആളുകൾ പറയുന്നു, കാണുന്നു, ചെടി കാണുന്നു, പൂ കാണുന്നു, കാ കാണുന്നു, രോഗം കാണുന്നു, ബലം കാണുന്നു, അടിപിടി കാണുന്നു, അക്രമം കാണുന്നു, എല്ലാം കാണുന്നത് അത്രയും മൈൻഡിൻ്റെ കണ്ടൻ്റായിട്ട് വരിക. അപ്പോൾ ഇത് വരുന്നത് എവിടെ നിന്ന് നോക്കിയാൽ യൂണിവേഴ്സിൽ നിന്ന് വരിക. എല്ലാവർക്കും അവിടെ നിന്ന് തന്നെ അറിയുന്നു. അതാണ് ഈ കോമൺ മൈൻഡ്. ഇതിൻ്റെ സാധനം കണ്ടന്റ് എന്ന് പറയുന്നത് പുറത്ത് കിടക്കുക. കണ്ടന്റ് ഇല്ലെങ്കിൽ മൈൻഡ് ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ കണ്ടന്റ് എൻട്രി ചെയ്തിട്ട് മൈൻഡിൽ നിന്ന് മുക്തനാകാൻ ശ്രമിക്കുന്നത്. ടോക്ക് കേട്ടു. ഇപ്പം ഗാസയിലാണെങ്കിലും യുദ്ധം നടക്കുമ്പോൾ ഇന്ത്യയിലിരിക്കുന്ന സന്യാസി പറയുന്നു ഹി ഈസ് റെസ്പോൺസിബിൾ ഫോർ ദാറ്റ്. കാരണം ഈ മൈൻഡ് എന്ന് പറയുന്ന സാധനം കോമൺ ആണ്. അപ്പം നമ്മൾ റെസ്പോൺസിബിൾ ആണെന്നൊരു ഫീല് വന്നിട്ട് ഗാസയിലെ യുദ്ധം നടക്കണമെങ്കിൽ ഇന്ത്യയിലിരിക്കുന്ന സന്യാസി അറിയുന്നു. ഹി ഫീൽസ് ഗിൽറ്റി. അപ്പം മൈൻഡ് കോമൺ എന്നുള്ള ഒരു അല്ല, അത് ഫാക്റ്റാണ്. നെഗറ്റ് ചെയ്യാൻ പറ്റത്തില്ല. വി കാനോട്ട് നെഗറ്റ് ദാറ്റ് ഫാക്ട് ബിക്കോസ് ദ കണ്ടന്റ് ഈസ് ദ മൈൻഡ് ഇറ്റ്സെൽഫ്. അപ്പോൾ ഇൻഫർമേഷൻ വിച്ച് ഈസ് ബിക്കമിങ് ദ കണ്ടന്റ് ഓഫ് ദ മൈൻഡ് കംസ് ഫ്രം ഔട്ട്സൈഡ്. നമ്മൾ നോക്കുന്നതിനനുസരിച്ച് അത് കണ്ടന്റ് കയറുന്നു. പിന്നെ ഫീലിങ്സ് എല്ലാം കോമണാണ്. ഇൻറ്റൻസിറ്റി മേ വേരി. അത് കമ്പയർ ചെയ്യാൻ നോക്കില്ല. എത്ര ഇൻറ്റൻസിലാണ് ഇയാൾ കരഞ്ഞതെന്ന് എനിക്ക് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. അതിനൊരു യൂണിവേഴ്സൽ നേച്ചറുണ്ട്. കാരണം ഇയാൾ കരഞ്ഞാൽ ഞാൻ കരഞ്ഞു പോകും. അത് എങ്ങനെയാണ് കരയണമെന്ന് അറിഞ്ഞു. നമുക്കൊന്നും തൊടുകയൊന്നുമില്ല, കാണുക. ആ സെൻസേഷൻ അകത്തോട്ട് കയറിയ കൂടെ ഇരിക്കുന്നവരെല്ലാം കരയും. അതേപോലെ മറ്റാൾ ഇരുന്ന് കരഞ്ഞോണ്ടിരിക്കും. എന്തിനാ കരഞ്ഞു ചോദിച്ചാൽ അറിഞ്ഞൂടെ അയാൾ കരഞ്ഞോ, ഞാൻ കരഞ്ഞാണ്. അതാണ് ഇതിൻ്റെ യൂണിവേഴ്സൽ നേച്ചർ. എപ്പോഴും സംഭവിക്കില്ല. നമ്മളിവിടെ ആരെങ്കിലും മരണത്തിനൊക്കെ പോകുമ്പോഴേ ചിലപ്പോൾ നമുക്കൊരു ദുഃഖമൊന്നും ഉണ്ടാവില്ല. അവിടെ 2-3 നേരം ഹൃദയം പൊട്ടി കരയാണ്. അപ്പോൾ നമ്മൾ കൂടെ കരയാം. നിങ്ങളെന്ത് കരഞ്ഞത്? ഞാൻ എനിക്ക് കരഞ്ഞെന്ന് പറഞ്ഞാൽ കഷ്ടമല്ലേ, അതുകൊണ്ട് ഞാൻ കരഞ്ഞു. അത് ശരിക്കും ഉള്ളതാണ്. കാരണം എൻ്റെ പേഷ്യൻ്റൊക്കെ ചിലപ്പോൾ ഏറ്റവും ദേവസ്റ്റായിട്ടുള്ള ആള് പോയി എന്നൊക്കെ പറയുമ്പോൾ പെണ്ണുങ്ങളൊക്കെ ഉണ്ട്, ഹസ്ബൻഡ് മരിച്ചു, മക്കളെ മരിച്ചു എന്നൊക്കെ പറഞ്ഞ് കരയുമ്പോൾ എന്നെ കെട്ടിപ്പിടിച്ച് കരയുമ്പോൾ ഞാനും കരയും. എനിക്കറിയാൻ പോലും ഇല്ല അവരെ മരിച്ച ആളെ എനിക്കറിയാൻ പോലും ഇല്ല. പക്ഷെ എന്നാലും ഇവരുടെ സങ്കടം നമ്മളെ കരയിക്കും. അതാണ് അതിൻ്റെ യൂണിവേഴ്സൽ നേച്ചർ. അതിപ്പോൾ നമ്മൾ ഈ ഇൻഫർമേഷൻ കിട്ടാതെ കരയുന്നത്. അവിടെ നമുക്ക് ജാതിയോ മതമോ രാജ്യമോ ഒന്നും ഒരു ചിന്ത വരില്ല. അവര് ഒമാനി ലേഡീസ് അല്ലേ, അപ്പൊ അറബ്സ് ആണ്, അതൊന്നും നമുക്ക് വരില്ല. അവര് വേറെ രാജ്യക്കാരിയാണെന്നോ അവര് വേറെ മതക്കാരിയാണെന്നോ ഒമാനിയാണോ അതൊരു ചിന്തയും നമുക്ക് വരില്ല. അവരുടെ അതൊക്കെ നമ്മളെ കരയ്ക്കും. മനുഷ്യരനാവണമെന്നില്ലല്ലോ, വേറെ എന്തെങ്കിലും ആയാലും നമുക്ക് ആവശ്യമില്ല. ചെടിയായാലും ഒരു പൂ തന്നെ ചവിട്ടിയരച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ വളരെ ഇപ്പോൾ എന്തോ ഡൗൺലോഡിങ് എന്നൊക്കെ മെൻഷൻ ചെയ്തു. അപ്പോൾ നമ്മൾ ഈ ലോവസ്റ്റ് ലെവലിൽ എടുത്താലും ഇപ്പോൾ കമ്പ്യൂട്ടർ എടുത്തു കഴിഞ്ഞാലും ഈ ഫിസിക്കൽ ഫോം നശിച്ചു കഴിഞ്ഞാലും അതിൻ്റെ കണ്ടൻറ്റ് വർഷങ്ങളോളം ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് എക്സിസ്റ്റ് ചെയ്തു പോകും ഈ ഇൻഫർമേഷൻ. അതിന് ഫിസിക്കൽ ഇത് വേണമെന്ന് നിർബന്ധമല്ല. ഉണ്ടെങ്കിൽ ഇതിനകത്ത് കയറും, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും കയറും. അതൊരു അങ്ങനെ ചിന്തിക്കുന്നത് കുറച്ച് നല്ലതാണ്. കാരണം നമ്മൾ പോകാൻ നേരം നമ്മൾ ഇട്ടിട്ട് പോകുന്നതൊക്കെ വേറെ ആളുകൾ എടുത്തു കഴിഞ്ഞു. ഒരാളുടെ കയ്യിലല്ല ഇരിക്കുന്നത്. അല്ല, അത് എടുക്കാൻ പറ്റുന്നുള്ളതിന് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞില്ലേ. ഞാൻ കാനഡയിലെ ഒരു ഗണപതി ക്ഷേത്രത്തിൽ ചെന്നപ്പോൾ അവിടെ സൈഡിൽ ഇങ്ങനെ രാമനാഥ് സാറിനോട് പറഞ്ഞു, അവിടെ സൈഡിൽ ഇങ്ങനെ വേറെ മൂർത്തികളൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ അവിടെ ഒരു നല്ല ഭംഗിയുള്ളൊരു മൂർത്തി. അപ്പം ഞാൻ കയ്യിൽ വേലാണോ ശുദ്ധാണോ ഞാൻ അത്ര ശ്രദ്ധിക്കുന്നില്ല. സുബ്രഹ്മണ്യനാണെന്ന് വിചാരിച്ച് ഞാൻ തൊഴുതു. തൊഴുത് കഴിഞ്ഞിട്ട് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കും കാലഭൈരവൻ എഴുതി വെച്ചു. ഞാൻ എന്നിട്ട് മനസ്സിൽ വിചാരിച്ചു, കാലഭൈരവൻ എത്ര സൗന്ദര്യം, അങ്ങനെയാണോ ഇങ്ങനെയാണോ ഇരിക്കുന്നത് കാലഭൈരവൻ. ഒരാഴ്ച കഴിഞ്ഞപ്പം മലേഷ്യയിൽ നിന്ന് എൻ്റെ ഒരു ഡിസ്റ്റന്റ് റിലേറ്റീവ് 2 ഫോട്ടോ ഇട്ടിട്ട് വാട്സപ്പിൽ ഇട്ടേക്കുന്നു, ഇങ്ങനെയാണ് കാലഭൈരവൻ ഇരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പം ഞാൻ എന്നിട്ട്
അയാളെത്തിയിട്ട് ഇന്ന് കാലഭൈരവരുടെ അഷ്ടമിയാണ്, അപ്പോൾ ഇങ്ങനെയാണ് കാലഭൈരവൻ ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ അയാളോട് 2-3 മാസമെങ്കിലും സംസാരിച്ചിട്ട് പോലും. അപ്പം ഞാൻ അവനെ വിളിച്ച് ചോദിച്ചു എന്താ എങ്ങനെയായിരിക്കാൻ കാര്യം. അപ്പം അയാൾ പറയാണ് എന്നോട് ആരോ ചോദിച്ചു കാലഭൈരവൻ എങ്ങനെയിരിക്കുന്നത്, അപ്പം ചേച്ചിയായിരിക്കും എന്ന് ഞാൻ വിചാരിച്ചു. ലൈക്ക് അപ്പം മൈൻഡ് എങ്ങനെയോ ആ ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തണം. അപ്പം മൈൻഡ് കോമൺ അല്ല എന്ന് പറയുന്നത് ശരിയായിരിക്കും. ഫീലിങ്സ് എല്ലാം കോമൺ, ഇൻഫർമേഷനൊക്കെ പിന്നെ ഇരിക്കുന്ന പോയിന്റ് ഓഫ് വ്യൂന്ന് എടുക്കുന്നതിന് വേരിയേഷൻ കാണുന്നത്. ടെലിപ്പതി എന്ന് പറയുന്ന സംഭവമാണ് ഈ പറയുന്നത്. അങ്ങനെ സംഭവിക്കാം, പലപ്പോഴും സംഭവിക്കും. പല സന്ദർഭങ്ങളും രാജകുമാർ ഡ്രൗൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഇവിടെ ഇരിക്കേണ്ട കാര്യം കണ്ടാണ് കൊച്ചു പഠിച്ചുകൊണ്ടിരിക്കും. രാവിലെ എനിക്ക് വലിയ പപ്പറാണ് രാജകുമാറിനെ കണ്ടേ പറ്റുള്ളൂ. പിന്നെ അവസാനം ഇല്ലാതെ ഞാൻ ഒരാളെ കൊണ്ട് വിളിച്ചു അന്ന് നടന്നു വേണം പോകാം, പാപ്പനും കൂടെ വരെ പോകണം. അങ്ങ് പോയി അവിടെ ചെന്നപ്പോഴത്തേക്ക് ഇയാൾ വെള്ളത്തിൽ നാല് പൊക്കിയെടുത്ത് കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടുവന്ന് ഇരുത്തിയിട്ട് അമ്മ ഒന്ന് പറയാണ് ഇവൻ പറഞ്ഞാൽ കേൾക്കത്തില്ല. രാവിലെ പോയി കരമന ആറ്റി ചാടി ഒഴുകി പോയി അവസാനം അവിടെ ഒരു ഡോബി എന്ന് അലക്കിക്കൊണ്ടിരുന്ന ആൾ തുണിയൊക്കെ ഇട്ട് കയറ്റി കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നു. വെള്ളം വയറ് നിറച്ച് വെള്ളമാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമുക്കറിഞ്ഞൂടെ ഇത് അങ്ങനെ സംഭവിച്ചത്. എനിക്കറിഞ്ഞൂടെ അങ്ങനെ സംഭവിച്ചതെന്ന്. എൻ്റെ സിദ്ധിയായിരുന്നു ഒന്നും അല്ലാന്ന് എനിക്ക് സിദ്ധിയില്ല. എനിക്ക് അതിനെക്കുറിച്ച് ഒരു ദിവസം ഇതുപോലെ അത് എൻ്റെ വീട്ടിൽ ഞാൻ നോക്കുന്നുണ്ട്. ഒരു അച്ഛൻ്റെ അമ്മ, അച്ഛന് ഇഷ്ടമാണ് തീയലൊക്കെ. അപ്പോൾ ഒരു അച്ഛൻ ശനിയാഴ്ച വരിക. അപ്പോൾ ഒരു ദിവസം ബുധനാഴ്ച എങ്ങാണ്ട് തീയൽ വെച്ചപ്പം എൻ്റെ അച്ഛൻ്റെ അമ്മ പറഞ്ഞു ആ തീയൽ കുറച്ച് എടുത്ത് വെച്ചാൽ എൻ്റെ അച്ഛൻ ചിലമ്പൻ്റെ വീട്ടിൽ ഇഷ്ടമാണ് തീയൽ. അപ്പം എൻ്റെ അമ്മ ചോദിച്ചു അതിന് ശനിയാഴ്ചയല്ലേ അച്ഛൻ വരുള്ളൂ, പിന്നെ എന്ത് എടുത്ത് വെക്കണേ എന്ന് പറഞ്ഞു. എന്തായാലും ഇച്ചിരി എടുത്ത് വെച്ചാൽ അന്ന് പോയിട്ട് അച്ഛൻ വന്നു. എന്നിട്ട് ഓഫീസിൽ പോകേണ്ട കാര്യം ഉണ്ടായിരുന്നു, കൊണ്ടുപോയി. അപ്പൊ ആ അച്ഛനൊക്കെ എങ്ങനെയാ തോന്നല് വരിക? അങ്ങനെ ഉണ്ട്. അത് നമുക്ക് അറിഞ്ഞു. അതിന് ഇങ്ങനെ പറയാം, മൈൻഡ് യൂണിവേഴ്സലായി കിടക്കും. നമ്മുടെ ഒരാളുടെ മൈൻഡായിട്ട് പറയാൻ പറ്റും. നമ്മുടെ ശരീരത്തിൽ നിന്ന് തോന്നുമ്പോൾ നമ്മുടെ ആണെന്ന് നമുക്ക് പറയാം. അപ്പോൾ ഈ മൈൻഡാണെന്ന് പറഞ്ഞു, ആൻസർ നേടി എന്ന് പറഞ്ഞു. അപ്പോൾ അടുത്തത് പിന്നെ ഇതൊക്കെ കൺഫേം ചെയ്തിട്ടേ പോവുള്ളൂ അടുത്തതിലേക്ക്. നമ്മളിപ്പോൾ എഴുതി പോവുക. അപ്പോൾ അടുത്തത് ആം ഐ ദ ഇൻ്റലക്ട്. അതിനും അത് തന്നെ കിട്ടും. ഞാൻ എൻ്റെ ഇൻ്റലക്റ്റാണ്. ഇൻ്റലക്ട് എന്ന് വെച്ചാൽ ഡിസ്ക്രിമിനേറ്റീവ് ഇൻ്റലിജൻസ് ആണ് ഇൻ്റലക്ട് എന്ന് പറയുന്നത്. എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ കിട്ടിയാൽ നമ്മൾ അതിനെ പ്രോസസ്സ് ചെയ്ത് അനലൈസ് ചെയ്ത് മൈൻഡ് വയ്ക്കണം. അതുവരെ മൈൻഡാണ്. മൈൻഡ് ഇപ്പം നമ്മുടെ ഈ സ്പിരിച്വൽ സ്റ്റഡീസിൽ മൈൻഡ് എന്ന് പറയുന്നത് ഒരു ഫങ്ഷനാണ്. ദ ഫങ്ഷൻ ഓഫ് ദ മൈൻഡ് ടു അനലൈസ്, ഗെറ്റ് ദ ഇൻഫർമേഷൻ, പ്രോസസ് ഇറ്റ്, അനലൈസ്. ജഡ്ജ്മെൻറ്റ് എടുക്കുന്ന വേറൊരാളാണ്. സ്പിരിച്വൽ സ്കൂളിൽ അങ്ങനെയാണ് കണക്കാക്കുന്നത്. ആ ജഡ്ജ്മെൻറ്റ് എടുക്കുന്ന ആളാണ്, ഡിസ്ക്രിമിനേറ്റ് ചെയ്ത് ഡിറ്റർമിൻ ചെയ്യുന്ന ആളാണ് ഇൻ്റലക്ട്. അനലൈസ് ചെയ്ത് വെക്കുന്ന ആൾ മൈൻഡാണ്. ഇങ്ങനെയാണ് ക്ലിയറായിട്ട് അങ്ങനെ തന്നെ വെച്ചിരിക്കുക. നമ്മളൊരു കാര്യത്തിന് അനലൈസ് ചെയ്ത് വെക്കുന്ന പാർട്ടിനെ മൈൻഡെന്നും അതിനകത്ത് ഡിറ്റർമിൻ ചെയ്യുന്ന ഡിസ്ക്രിമിനേറ്റ് ചെയ്തിട്ട് ഇതാണോ അതാണോ നോക്കി ഡിറ്റർമിൻ ചെയ്ത് ഇങ്ങനെയാണെന്ന് പറയുന്ന ആൾ ഇൻ്റലക്ട്. ആ പറയുന്ന ആളാണോ ഞാൻ, അത് സത്യമാണോ, അത് എപ്പോഴും ഉണ്ടോ, പെർമനൻ്റ് ആണോ എന്ന് ചോദ്യം അവിടെ ഇട്ടിട്ട് അത് ഞാൻ അതാണോ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് അങ്ങനെ ഒരു ഫാക്കൽറ്റി ഉണ്ട് എന്ന് പറഞ്ഞ് ഞാൻ ആ ഫാക്കൽറ്റി അല്ല എന്ന് ആൻസർ വരും. ചുമ്മാ പറയുന്ന ഉറച്ചു വരും ആൻസർ. അത് ഉറച്ചു വന്നാൽ ഉറച്ചു. അതാണ് അത് പറയുന്ന അതല്ല എന്ന് പറയും. നേതി എന്ന് പറയും, അതുമല്ല. പിന്നെ ഇതിൻ്റെ എൻജോയറും സഫറും ഒരാളുണ്ട്. ഇങ്ങനെയൊക്കെ ഡിസ്ക്രിമിനേറ്റ് ചെയ്ത് വയ്ക്കുമ്പോൾ നല്ലതാണ് മോശമാണെന്നൊക്കെ പറയും. അത് ഗുഡാണെന്നൊക്കെ പറയും. ഗുഡാണെന്ന് പറയുന്ന ഒരു സന്തോഷം. ഞാൻ കണ്ടുപിടിച്ചല്ലോ, ഇയാൾ കണ്ടുപിടിച്ചു എന്ന് പറയുന്ന സ്ഥലത്തൊരു സന്തോഷം വരിക, എനിക്കത് അറിയാമെന്ന് തോന്നിച്ചിട്ട് ഒരു ആനന്ദം വരിക, അറിഞ്ഞുകൂടാമെന്ന് തോന്നിച്ചിട്ട് ദുഃഖം വരിക, എനിക്കത് ഒക്കില്ല, ഞാൻ കൊച്ചായി പോയി എന്നൊക്കെ തോന്നിക്കുക, അത് മനസ്സിലായില്ല. ആ ആളാണ് നമ്മുടെ ഈഗോ എന്ന് പറയുന്നത്. പ്രൈഡിനെ അല്ല ഈഗോ എന്ന് പറയുന്നത്. അതിനും അത് നോക്കി വരുമ്പം അതും പറയും
നമ്മുടെ അകത്തിരിക്കുന്ന ഞാനെന്ന് ഭാവം എന്ന് പറയുന്നല്ലോ. അപ്പോൾ എനിക്കത് അറിയാം, ഞാനത് അറിഞ്ഞു, ഞാനത് ആസ്വദിച്ചു, അത് ആസ്വദിച്ചുകൊണ്ട് എനിക്ക് മനസ്സിലായി എന്ന് പറയുന്ന ഒരു ഡീപ്പർ ഫാക്കൽറ്റി ആണ് നമ്മൾ. അതല്ലാതെ ചുമ്മാ പ്രൈഡിനെ അല്ല ഈഗോ എന്ന് പറയുന്ന ഈ കോണ്ടെക്സ്റ്റിൽ എൻജോയർ ആൻഡ് സഫറർ അതാണോ? അതെന്നുവെച്ചാൽ എനിക്ക് ആ ഫാക്കൽറ്റി ഉണ്ട്. ഐ ഹാവ് ദാറ്റ് ഫാക്കൽറ്റി ബട്ട് ഐ എം നോട്ട് ദാറ്റ്. അതാണ് നേതി. ഇറ്റ് ഈസ് എ ഫങ്ഷൻ. ശങ്കരാചാര്യന്റെ അത് തന്നെയല്ലേ മനോവിദ്യ? ആ അതെ, ശങ്കരാചാര്യ പിന്നെ ഇന്റർപ്രറ്ററാണ്. ബാദരായണനാണ് ആള്. അതേ ഇന്റർപ്രറ്റ് ചെയ്ത് വിശദമാക്കി. ഒരുപാട് ഇന്റർപ്രിട്ടേഷൻ ഉള്ളതിന് ശങ്കരാചാര്യനാണ് ടോപ്പിൽ നിൽക്കുന്നത്. അതിനെപ്പറ്റി ജ്ഞാനിയായതുകൊണ്ട് അദ്ദേഹം പറഞ്ഞതിന് നമുക്ക് അപ്പുറത്തൊന്നും ആർക്കും പറയാൻ പറ്റുന്നില്ല. ഇതും കൂടെ ഇട്ടാലും പോവാം. എനിക്ക് നല്ല വിയർത്തോണ്ടിരിക്കും. തുറക്കാൻ അടയ്ക്കാൻ പാടാണ്. മാറ്റി തുറന്നിട്ട് ഞാൻ am I the enjoyer and sufferer and the one who is susceptible to all these things of enjoying and suffering. എന്ന് നോക്കുമ്പോൾ അതിൻ്റെ ദാറ്റ് ഇസ് എ ഫാക്കൽറ്റി വിച്ച് ഇസ് ദർ ഇൻ മീ ബട്ട് ഐ എം നോട്ട് ദാറ്റ്. അപ്പോൾ അതും നേതി. ദെൻ അതിൻ്റെ ഡീപ്പായിട്ട് നോക്കുക, അത് മനസ്സിലായി. ദെൻ യു ആർ ലുക്കിംഗ് ഡീപ്പർ ദാൻ ദാറ്റ്. ചിത്തം എന്ന് പറയുന്നത്, ഈ ചിത്തം എന്ന് പറഞ്ഞാൽ ഐഡൻറ്റിഫൈഡ് സെൽഫ്. ഞാനാണെന്ന് ധരിച്ചിരിക്കുന്ന ഞാൻ, ദ വൺ ഹു ഫീൽസ് ഐ ആം. അതാണ് ഫൈനൽ ബ്രേക്കിംഗ് പോയിന്റ്. ഞാനൊരു എൻക്വയറി, വെൻ യു ക്യാച്ച് ദാറ്റ് പേഴ്സൺ whom you think you are, am I that? Am I real? The person whom I think I am, is he real? അത് പോയിന്റാണ്. നമ്മളങ്ങനെയൊക്കെ വിചാരിച്ചിരിക്കുന്നല്ലോ, ഞാൻ ഒരാളാണെന്ന് ചോദിച്ചു. പക്ഷേ ഇയാൾ റിയലാണെന്ന് നമുക്ക് തോന്നിക്കും. എപ്പോഴെന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഒന്ന് ചീത്ത വിളിക്കും, നമ്മളെ അധിക്ഷേപിക്കും, ലാംഗ്വേജ് നമ്മളെ അധിക്ഷേപിക്കും, പെട്ടെന്ന് തോന്നും am I real? അപ്പോൾ ആണെന്ന് തോന്നുന്നു. അഫക്റ്റഡ് ആവുക. ഈ അഫക്റ്റ് ആവാതിരിക്കുന്ന ആളാണ് റിയലായിരിക്കുന്നത്. പക്ഷെ അഫക്റ്റഡ് ആകുമ്പോൾ ഞാൻ അതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് നമ്മളതിൽ റെസ്പോണ്ട് ചെയ്യും. ആ ആളാണോ? അതാണ് നമ്മുടെ ചിത്ത്, ഐഡൻറ്റിഫൈഡ് സെൽഫ് എന്ന് പറയുന്നത്. ഈ ചിത്തം എന്ന് പറയുന്ന ഐഡൻറ്റിഫൈഡ് സെൽഫാണ്. നമ്മൾ അതുമായി ഐഡൻറ്റിഫൈ ചെയ്ത് ഞാൻ അതാണെന്ന് വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന ആൾ റിയലാണോ? ഇതിനാണ് ഐഡൻറ്റിഫൈഡ് സെൽഫ് എന്ന് പറയുന്നത്. ഇംഗ്ലീഷ് ഓക്കെ. Identified identified. We are looking, am I the chit? Am I the chit? From Joytimbo. Then when you ask the question, the answer is I am not. Then who am I? That's not the question. If I am not all these things and neither of these, then who am I? Enquiry continues. അപ്പോൾ മൈൻഡിന് പറയാൻ പറ്റുമോ ആൻസർ? ഇതൊന്നുമല്ല. ഐ എം നൈദർ ഓഫ് ദീസ്, ദെൻ ഹു ആം ഐ? Mind cannot answer this. Mind, all those things that comes under the realm of the mind can interpret so many things. But now all the questions have finished, and so the mind cannot enter to that realm where the answer is. So it goes on trying to create an idea of the source. That idea is not the source. And so that illusion breaks. Illusion to find an answer breaks.
So what happens? The mind drops. When the mind drops, you realize I am that. But what? You cannot explain. അതുകൊണ്ടാണ് ഇത് വലിയ മന്ത്രമായിട്ടിരിക്കുന്നത്. I am that. What? I am that. അതാണ് ഇത് ഏറ്റവും വലിയ മന്ത്രം. തത്വം അസി, you are that. Aham Brahmasmi. And the Brahman, the consciousness. And the consciousness, the Mahabodham, which never comes, never goes, which is always there at the root of creation, at the root of existence, at the root of destruction. It is always there as a permanent reality. And that's the only permanent reality. All the rest of the things are illusions which is created on top of it. And this is the veil. This is called the ignorance. The veil of ignorance moves, and the person realizes, I am the consciousness. അതാണ്, അതൊന്നേ ഉള്ളൂ പറഞ്ഞു. എന്താണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ? അത് നമ്മുടെ ഒരു ഊഹ.